7 മാസത്തേക്ക് MLA കിട്ടാൻ ഏത് ഭീകരവാദികളെയും കൂട്ടുപിടിക്കുന്ന നിലപാടാണ് ഇടത് വലത് മുന്നണികൾക്കെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. കളിഗഞ്ചിൽ ഇതേ സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നു. കേരള അതിർത്തിക്കപ്പുറമുള്ള അവിശുദ്ധ ബന്ധമെന്നും കൃഷ്ണദാസ് നിലമ്പൂരിൽ പറഞ്ഞു. കോൺഗ്രസിന് നിലപാടിലാണ് മാറ്റം വന്നത്. ഒരു MLA 7 മാസക്കാലത്ത് ഒരു MLA കിട്ടാൻ വേണ്ടിയിട്ട് ഏത് രാജ്യദ്രോഹികളുമായി സഖ്യം ഉണ്ടാക്കുക എന്ന കോൺഗ്രസ് പുതിയ നിലപാട് സ്വീകരിച്ചു. ജമാഅത്ത് ഇസ്ലാമിക്ക് യാതൊരു മാറ്റവും. അതുകൊണ്ട് കോൺഗ്രസും ഈ തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള അവിഹിത ബന്ധം ഇന്ന് മറനീക്കി പുറത്തു വന്നു. കോൺഗ്രസ് അണികൾ പോലും ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ മാർക്സിസ്റ്റ് പാർട്ടി നിലമ്പൂരിൽ PDP-യുമായി ബന്ധം, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധം തീക്കളിയാണെന്ന് പറയുന്ന ഗോവിന്ദ മാഷും പിണറായി വിജയനും കഴിഞ്ഞ 2024 തമിഴ്നാട്ടിലും അതേപോലെ രാജസ്ഥാനിലെ സിക്കാറിലും സഖ്യമുണ്ടാക്കിയത് ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മതമൗലികവാദികളെ കൂട്ടുപിടിക്കുന്ന ഇടത് വലത് മുന്നണികളെ അതിശക്തമായി തന്നെയാണ് BJP വിമർശിക്കുന്നത്. PK കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഭാഷയിലാണ് പ്രതിഷേധ സ്വരം ഉയർന്നത്. അതോടൊപ്പം നിലമ്പൂരിലെ നിശബ്ദ പ്രചരണം എങ്ങനെ പുരോഗമിക്കുന്നു? രോഹിണി, നിലമ്പൂരിൽ കുട്ടിക്കലാശം കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ ജനങ്ങൾ വിധി എഴുതും. നമുക്കറിയാം, നിലമ്പൂർ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രചാരണ സമയത്തെല്ലാം തന്നെ നിരവധി വിഷയങ്ങൾ നിലമ്പൂരിൽ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു മൗലികവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം. പ്രത്യേകിച്ച് മത തീവ്രവാദ സംഘടനകൾ കൂടി ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, അതോടൊപ്പം തന്നെ PDP അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ഉം UDF-ഉം നടത്തിയത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇരു മുന്നണികളും തമ്മിൽ വാഗ്വാദം നടത്തുകയും ചെയ്തിരുന്നു. നിലമ്പൂരിനെ സംബന്ധിച്ച് നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് വനപ്രദേശം കൂടിയാണ് മലയോര മേഖല. ഇത്തരത്തിൽ ഈ മേഖലയിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ പ്രചാരണ രംഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചാരണം നടത്തിയത്. ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ PK കൃഷ്ണദാസും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് അവർക്ക് വലിയ തിരിച്ചടിയാകും എന്നൊരു ബോധ്യമുണ്ട്. അവരുടെ അണികളെ പോലും ഇക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും അതോടൊപ്പം തന്നെ LDF-നെ സംബന്ധിച്ച് PDP-യെ കുറിച്ചും കൃത്യമായി തന്നെ ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം അണികളെ പോലും കൃത്യമായി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കൂട്ടുകെട്ട് ഉണ്ടായത് എന്ന് കൃത്യമായി അണികളെ പോലും ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ ഉള്ള ഒരു വെപ്രാളം അവർക്ക് ഇപ്പോഴുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റു ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. BJP RSS ബന്ധവും ഉന്നയിച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കൂട്ടുകെട്ട് തിരിച്ചടിയാകും എന്നൊരു ഭയം ഉള്ളത് കൊണ്ടാണ് എന്ന് PK കൃഷ്ണദാസ് പറയുന്നു. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച ഫലം അറിയും. ശരി, ശിവദാസ് കന്മനമാണ് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.